നമസ്കാരം. പാലക്കാട്ടെ ജനങ്ങളുമായി തനിക്കുള്ള ആത്മബന്ധം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ആഘോഷങ്ങളുടെ ഈ വേളയിൽ പാലക്കാട് നിവാസികൾക്ക് സ്നേഹനിർഭരമായ പെരുന്നാൾ ആശംസകൾ നേർന്ന അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. പെരുന്നാൾ പൊളി, പാലക്കാട് സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ എന്നായിരുന്നു രാഹുൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളുമായി തനിക്കുള്ള ഹൃദയബന്ധം വെളിപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് സജീവമായ പ്രചാരണങ്ങൾ നടക്കുമ്പോഴും രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിലും തന്റെ മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. തന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികളും വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം ഇത്തരത്തിലുള്ള വൈകാരികമായ ഇടപെടലുകൾക്കും അദ്ദേഹം മുൻതൂക്കം നൽകുന്നു. പാലക്കാട് MLAയുടെ പെരുന്നാൾ ആശംസകൾ ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നിരിക്കുന്നതാണ് രാഹുലിന്റെ ഈ വാക്കുകൾ എന്നാണ് അണികളുടെയും അനുഭാവികളുടെയും അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പെരുന്നാൾ ആശംസാ വീഡിയോയ്ക്ക് താഴെ വലിയ ജനപിന്തുണയും സ്നേഹപ്രകടനങ്ങളും കമന്റുകളും ഒക്കെ നിറയുകയാണ്. പാലക്കാടൻ ജനതയുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധവും ജനപ്രീതിയും വ്യക്തമാക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. പാലക്കാടിന്റെ മുത്ത്, ഞങ്ങളുടെ സ്വന്തം രാഹുൽ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളാൽ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് തിരിച്ചു പെരുന്നാൾ ആശംസകൾ നേരുന്നുണ്ട്. നന്മയുള്ള മനസ്സ് എപ്പോഴും കൂടെ ഉണ്ടാകും തുടങ്ങിയ വാചകങ്ങളിലൂടെ തങ്ങളുടെ പിന്തുണ പാലക്കാട്ടെ ജനങ്ങൾ വീണ്ടും ഉറപ്പിക്കുകയാണ്. പാലക്കാട്ടെ ആഘോഷങ്ങളിൽ നേരിട്ട് എത്തിയതിനും അവിടുത്തെ മനുഷ്യരുമായി സമയം ചെലവഴിച്ചതിനും ഒട്ടനവധി പേർ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനപ്രീതി ഈ കമന്റുകളിൽ അടിവരയിടുന്നു. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് 2025 ഡിസംബർ 4 അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. 2026 മാർച്ച് 9 താൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോലും മത്സരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 3 ബലാത്സംഗ കേസുകളായി അദ്ദേഹം നിയമ നടപടികൾ നേരിടുകയാണ്. ജനുവരിയിൽ അറസ്റ്റിലായ അദ്ദേഹത്തിന് പിന്നീട് ജാമ്യം ലഭിച്ചെങ്കിലും കേസുകൾ തുടരുകയാണ്. അദ്ദേഹം നിലവിൽ പാലക്കാട് MLA ആണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിക്കില്ലെന്ന് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിസ്മയ വിജയം നേടിയ ആ യുവ നേതാവിനെ എന്തിനാണ് ഇടതുപക്ഷം ചില മാധ്യമങ്ങളും ഭയപ്പെടുന്നതെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നുണ്ട്. MLA എന്നാൽ ഫയലുകൾ നോക്കുന്ന ഭരണാധികാരി മാത്രമല്ല, അത് ജനങ്ങളെ കണ്ണീരൊപ്പുന്നവനാകണമെന്നും രാഹുൽ തെളിയിക്കുന്നുണ്ട്. സ്മൈൽ പദ്ധതി, വീടില്ലാത്ത സാധാരണക്കാർക്ക് തലച്ചായ്ക്കുവാൻ ഒരിടം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം പ്രയത്നത്താൽ പണിതുയർത്തിയ ആ വീടുകൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ്. ഇടതുപക്ഷവും സൈബർ സഖാക്കളും രാപ്പകലില്ലാത്ത രാഹുലിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. വ്യക്തി ജീവിതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചു. എന്നാൽ പാലക്കാട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. വ്യക്തിജീവിതം വേറെ, പൊതുജീവിതം വേറെ. രാഹുലിനെ പോലൊരു പോരാളിയില്ലാതെ UDFന് എങ്ങനെ മുന്നേറാൻ കഴിയും? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പുകയുന്ന പ്രതിഷേധം ചെറുതൊന്നുമല്ല. ഞങ്ങളുടെ നേതാവിനെ ഒറ്റപ്പെടുത്തുവാൻ സമ്മതിക്കില്ല എന്ന സോഷ്യൽ മീഡിയ ഒന്നടങ്കം വിളിച്ചു പറയുന്നു. ഷാഫിയുടെ പോരാട്ട വീര്യം രാഹുലിന്റെ ബുദ്ധിയും ചേരുമ്പോഴാണ് കോൺഗ്രസ് കരുത്തരാകുന്നത്. ഒരു അവസരം കൂടി രാഹുലിന് നൽകിയിരുന്നുവെങ്കിൽ അത് കേരളം മുഴുവൻ പടർന്ന വലിയൊരു തരംഗമാകുമായിരുന്നു.